ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ സംഭവം വെച്ചിട്ടാണ്. നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കാണുമ്പോൾ എത്ര പേർക്ക് മനസ്സിലാവുന്നതാണ്. ഞാൻ കയ്യിലെടുത്തിട്ട് കാണിച്ചു തരാം. ഇതാണ് സംഭവം. നമ്മൾ മഖാന എന്ന് പറയും, താമരവിത്ത് ഉണ്ടല്ലോ, ലോട്ടസ് സീഡ്, അതാണ് സംഭവം കേട്ടോ. അപ്പോൾ അത് പഫ് ചെയ്തെടുത്തിട്ട് നമ്മൾ പോപ്കോണൊക്കെ ചെയ്യില്ല, അതുപോലെ പഫ് ചെയ്തെടുത്തിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ ഒരു മഖാന എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് നാട്ടിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ, ഇവിടെ എല്ലാ ഗ്രോസറി ഷോപ്പിലും ഉണ്ടാവാറുണ്ട്. അതുപോലെ ഇവിടെ ഉള്ളവർ ഒരുപാട് ഇതുകൊണ്ട് വ്യത്യസ്തമായ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം അടുത്താണ് ഞാൻ അറിഞ്ഞത്. കുറേ പേരൊന്നും ഇപ്പോഴും ഇതിനെ പറ്റിയിട്ട് അറിയില്ലാന്ന്. പക്ഷെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒന്നാണ് ഈ താമര. നമ്മൾ ഇങ്ങനെ വായിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ഈ താമരയുടെ വിത്ത് മാത്രമല്ല, വേര്, പിന്നെ അതുപോലെ തന്നെ ചായയിലെ ഇലയൊക്കെ ഇട്ട് കുടിക്കാറുണ്ട്, അതൊക്കെ പറയാം. അതുപോലെ ജപ്പാനിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ താമര എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മളൊരു വെജിറ്റബിൾ ആയിട്ട് തന്നെയാണ് കണക്കാക്കിയിട്ടുള്ളത്. അത് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അതായത് ഇപ്പം ഷുഗറൊക്കെ ആണെങ്കിൽ ഷുഗർ കുറയ്ക്കാനായിട്ടും BP മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ഒക്കെ നല്ലതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുപോലെ നല്ല ഹൈ പ്രോട്ടീൻ ഉള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല പോലെ നാര് അടങ്ങിയതുകൊണ്ട് തന്നെ നമ്മുടെ ദഹനത്തിനും ഒക്കെ നല്ലതെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യുവത്വം നിലനിർത്താനും ഒക്കെ നല്ലതാണ് എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല ഒരു ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഒന്ന് ചൂടാക്കി കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ആയിട്ടില്ല. ഈ കുട്ടികൾക്ക് നമുക്ക് ഈ ഈവനിങ് സ്നാക്ക് ഒന്നും അധികം ഉണ്ടാക്കാൻ ഒന്നും പറ്റാത്ത സമയത്ത് ജസ്റ്റായിട്ട് ഒന്ന് നെയ്യിലിട്ടൊന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ട് കഴിക്കാൻ വരെ നല്ലൊരു ടേസ്റ്റുള്ളതാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് വെച്ച് നമ്മൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഇനി ഇടയ്ക്ക് റെസിപ്പീസൊക്കെ ചെയ്യാട്ടോ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരു ചെറിയൊരു റെസിപ്പിയാണ്, പക്ഷേ ടേസ്റ്റ് ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. വേറെ ഒന്നല്ല, ഒരു കാരമൽ മക്കാനയാണ്. അധിക സമയമൊന്നും എടുക്കാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എന്തായാലും ആരെങ്കിലും ഇത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇത് കാണുകയാണെങ്കിൽ ഒന്ന് വാങ്ങി നോക്കുക. ഞാൻ പറഞ്ഞല്ലോ, വെറുതെ തന്നെ ഫ്രൈ ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുവരാം. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് 1 കപ്പ് മഖാനയാണ് കേട്ടോ. ഒരു ഫുൾ കപ്പ്, ഒരു എന്താ പറയുക, മൊത്തമായിട്ട് നിറഞ്ഞു കിടക്കുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കര പൊടിച്ചതാണ് 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കുറച്ചൊരു പിഞ്ച് ഏലക്ക പൊടിച്ചത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്, 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇത് എള്ളാണ്, വെളുത്ത എള്ളുണ്ടല്ലോ, അതും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ നെയ്യ് എടുത്തിട്ടുണ്ട്. നെയ്യ് നമ്മൾ ഈ മഖാന ഒന്ന് റോസ്റ്റ് ചെയ്യുമ്പോൾ എടുക്കുന്നതാണ്. ഒരു 1-2 ടേബിൾ സ്പൂൺ നമുക്ക് ഉപയോഗിക്കുന്നതാണ്. ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മഖാന ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാൻ വെച്ചിട്ട് ചൂടാകുമ്പോൾ നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യ് അങ്ങനെ കണക്കൊന്നും പറയുന്നില്ല, 1 ടേബിൾ സ്പൂണൊക്കെ ചേർക്കാം. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ മഖാന ശരിക്കും ഒന്ന് റോസ്റ്റ് ആയിട്ട് വരാൻ കുറച്ചൊരു സമയം എടുക്കും കേട്ടോ. സമയം നമ്മൾ ആ ഒരു ചെയ്യുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യണം. നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ല ക്രഞ്ചി ആയിട്ട് വരും. അതുവരെ റോസ്റ്റ് ചെയ്യണം കേട്ടോ. ഇത് ഏതാണ്ട് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആയോന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് കൈ വെച്ചിട്ട് ഉണ്ടോ, ആ ശബ്ദം കേൾക്കൂലേ, അതുപോലെ ആവുക വേണ്ടത്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ എള്ളുണ്ടല്ലോ, വെള്ള എള്ളും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇത് വേണ്ട പോലെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ അത് എല്ലാം നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ശർക്കര പാനിയാണ്. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ, കുറച്ച് വെള്ളം മതി കേട്ടോ, 1 ടേബിൾ സ്പൂൺ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തു പാനിൽ. ഇനി ഇതിലേക്ക് ശർക്കരയും കൂടി ഇട്ട് നമ്മൾ ഒന്ന് അലിയിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതിപ്പം ഞാൻ ഉപയോഗിക്കുന്ന ശർക്കര ആയതുകൊണ്ട് അധികം ഇതൊന്നുമില്ല, മണ്ണും അങ്ങനത്തെ ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് ഇത് ഉരുക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഉരുകിയതിന് ശേഷം അരിച്ചെടുത്തിട്ട് പിന്നെ വീണ്ടും ചൂടാക്കിയിട്ട് അങ്ങനെയും ചെയ്യാം. ഇതെന്തായാലും ഒന്ന് ഉരുക്കി വരണം.
അപ്പോൾ ഇതാ ഏതാണ്ട് ഉരുകി വന്നിട്ടുണ്ട്, ഇങ്ങനെ പതഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഇനി ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച മഖാന ആഡ് ചെയ്യാം. നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ്. ഒന്ന് മിക്സ് ആയിട്ട് വരുമ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്ത വെള്ള എള്ളും അതുപോലെ തന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടി ആഡ് ചെയ്തിട്ട് വീണ്ടും നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം. അപ്പം ഇതാ എല്ലായിടത്തും കോട്ടായൊക്കെ വന്നിട്ടുണ്ട്. സൂപ്പർ അല്ലേ കാണുമ്പോൾ തന്നെ. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം.